എംബാപ്പെ തന്നെയാണ് താരം. 4 മത്സരങ്ങളിൽ നിന്ന് 6 ഗോൾ. ഒരു മത്സരത്തിൽ മാത്രമാണ് എംബാപ്പയ്ക്ക് ഗോൾ നേടാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇരട്ട അസിസ്റ്റോടുകൂടി ആ മത്സരത്തിലും നോർവേക്കെതിരായ മത്സരത്തിലും മിന്നിത്തിളങ്ങുന്ന എംബാപ്പയെ നമ്മൾ കണ്ടു. ഗോൾ വേട്ടയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെസ്സിയെ വിടാതെ പിടിക്കുകയാണ്. 6ാം ഗോളോടെ ലിയോണൽ മെസ്സിക്കൊപ്പം ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിലും മുന്നിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കിലിയൻ എംബാപ്പെ. ഇതാണ് ഈ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള റേസ് പുരോഗമിക്കുന്നത്. ഇങ്ങനെയാണ് 1ാം സ്ഥാനത്ത് ലിയോണൽ മെസ്സി തന്നെയാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 6 ഗോൾ. പക്ഷേ 1ാം സ്ഥാനം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എംബാപ്പയുടെ അസിസ്റ്റ് കൂടി ചേരുമ്പോൾ എംബാപ്പയ്ക്കാണ് കൂടുതൽ മുൻതൂക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലിയോണൽ മെസ്സിക്ക് 3 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളാണ്. മെസ്സിക്ക് ഒറ്റ അസിസ്റ്റ് പോലും ഇല്ല. യൂഷ്വലി മെസ്സി അസിസ്റ്റ് കൊടുത്താണ് കൂടുതൽ കാണുന്നത്. പക്ഷേ ഇത്തവണ മെസ്സി തന്നെ ഗോളടിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാകാം. ഇനി എംബാപ്പെ ആവട്ടെ 4 മത്സരങ്ങളിൽ നിന്ന് 6 ഗോൾ അടിച്ചിട്ടുണ്ട്. 2 അസിസ്റ്റും ഉണ്ട് കിലിയൻ എംബാപ്പയുടെ പേരിൽ. ഒരുപക്ഷെ ഗോൾഡൻ ബൂട്ടിൻ്റെയൊക്കെ തന്നെ ഫൈനൽ ആ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ നിർണ്ണയിക്കാൻ പോകുന്നത് ആദ്യം ഗോളും പിന്നീട് അസിസ്റ്റുകളുടെ എണ്ണമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എംബാപ്പയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത്. തൊട്ട് പിന്നിലായി തന്നെ ഏർലിംഗ് ഹാലൻഡും ഉണ്ട്. ഏർലിംഗ് ഹാലൻഡും ഒരു മത്സരം കുറവാണ് കളിച്ചത്. 3 മത്സരങ്ങളിൽ പക്ഷേ 5 ഗോൾ നേടിയിട്ടുണ്ട്. ഇന്ന് നടന്ന മത്സരത്തിൽ നോർവേയുടെ വിജയ ഗോൾ നേടിയത് എംബാപ്പയായിരുന്നു. 3 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ അസിസ്റ്റ് എംബാപ്പെ ഏർലിംഗ് ഹാലൻഡിന് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ചുമതല ഗോളടിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് അസിസ്റ്റിൻ്റെ കാര്യം സത്യത്തിൽ ഹാലൻഡ് നോക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം. ഇനി നമ്മൾ നേരെ പോകുന്നത് ലോകകപ്പിലെ എക്കാലത്തെയും വെച്ച ഗോൾ വേട്ടക്കാരുടെ പട്ടികയിലും ലിയോണൽ മെസ്സിക്ക് കനത്ത വെല്ലുവിളിയുമായി കിലിയൻ എംബാപ്പെ വരുന്നുണ്ട്. മെസ്സിയുടെ അവസാന ലോകകപ്പ് ആയിരിക്കും ഇത്. പക്ഷേ എംബാപ്പെ എന്തായാലും ഒരിക്കൽ മെസ്സിയെ മറികടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഈ ലോകകപ്പിൽ തന്നെയോ അതോ അടുത്ത ലോകകപ്പിലാകുമോ എന്നത് മാത്രമാണ് ഇനി നോക്കിക്കാണേണ്ടത്. 19 ഗോളുമായാണ് ലിയോണൽ മെസ്സി ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ട് പിന്നിലായി എംബാപ്പയുണ്ട് 18 ഗോള്. 16 ഗോളുമായി മിറോസ്ലാവ് ക്ലോസയാണ് ലിസ്റ്റിലെ 3ാമൻ. അതായത് മിറോസ്ലാവ് ക്ലോസയെ പിന്തള്ളി ഈ ഇരട്ട ഗോളോടുകൂടി മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കിലിയൻ എംബാപ്പെ. യൂറോപ്യൻ താരം, അതായത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന യൂറോപ്യൻ താരമെന്ന നേട്ടവും ഇതോടുകൂടി കിലിയൻ എംബാപ്പെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി മറികടക്കാനുള്ളത് ലിയോണൽ മെസ്സി. അത് ഒറ്റ ഗോളിൻ്റെ മാത്രം വ്യത്യാസം അതുണ്ടാകുമോ എന്ന് നമുക്ക് ഈ ലോകകപ്പിൽ തന്നെ കണ്ടറിയേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.